ഈ മനോരമയും മാതൃഭൂമിയും അതിൻ്റെ വായനക്കാരെ ഇന്നും പറ്റിച്ചിരിക്കുകയാണ്. എങ്ങനെയെന്ന് പെട്ടെന്ന് പറയാം. ഈ രണ്ട് പത്രങ്ങൾ വായിച്ച ബഹുഭൂരിപക്ഷം മലയാളികളും ഇന്നറിയാതെ പോയ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ആദ്യത്തേത്, കേന്ദ്രത്തിലെ സംഘപരിവാർ സർക്കാരിന്റെ SIR, NRC പോലെയുള്ള പദ്ധതികൾക്ക് കേരളത്തിലെ സർക്കാർ ഒരു ചെക്ക് വച്ചിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും നേറ്റിവിറ്റി കാർഡ് കൊടുക്കാനുള്ള ബില്ലിന് മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം കൊടുത്തു. എന്നാൽ ഈ മനോരമയും മാതൃഭൂമിയിലും അത് ഭൂതത്താൻ കണ്ണാടി വെച്ച് നോക്കിയാൽ മാത്രമേ ആ വാർത്ത കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് പ്രധാന കാരണം മനോരമ അതിന്റെ 9-ാം പേജിൽ ഏറ്റവും ചുരുക്കിയും മാതൃഭൂമി അതിന്റെ 5-ാം പേജിൽ, അതായത് നാട്ടുവർത്തമാനം പേജിലാണ് ഈ പ്രധാനപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നത്. ഭൂതത്താൻ കണ്ണാടി ഉപയോഗിച്ചല്ലാതെ മനോരമയും മാതൃഭൂമിയും വായിച്ച ആർക്കും ഈ വാർത്ത കാണാൻ സാധിക്കില്ല. ഇതാദ്യമായല്ല ഈ പത്രങ്ങൾ ഈ പണിയെടുക്കുന്നത്. ഇതിന് ദിവസങ്ങൾക്ക് മുമ്പ് NPR എന്ന സംഘപരിവാർ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സർക്കാർ ഒരു വിജ്ഞാപനം പുറത്തിറക്കിയപ്പോഴും ഇതുപോലെ നാട്ടുവർത്തമാനം പേജിൽ 2 കോളം വാർത്തയായി മനോരമയും മാതൃഭൂമിയും ആ വാർത്തയെ ഒതുക്കിയിരുന്നു. ഈ മനോരമയും മാതൃഭൂമിയും ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോലും തയ്യാറാവാത്ത മറ്റൊരു വമ്പൻ കേരളത്തിന്റെ വികസന നേട്ടം ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഫ്രണ്ട് പേജ് വാർത്തയാക്കിയിട്ടുണ്ട്. അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മലയാളികളുടെ എണ്ണത്തിൽ കോവിഡിന് ശേഷം 3 ഇരട്ടിയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് അതിൻ്റെ ഫ്രണ്ട് പേജിൽ ഏറ്റവും വലിപ്പത്തിലാണ് കേരളത്തിൻ്റെ ഈ വികസന നേട്ടം പ്രിന്റ് ചെയ്തു വച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാ പത്രങ്ങൾക്കും ലഭിച്ച ആ വാർത്ത മനോരമയിലും മാതൃഭൂമിയിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഈ മനോരമയും മാതൃഭൂമിയും ആർക്കു വേണ്ടിയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇതിൽ കൂടുതൽ വ്യക്തമായി പറയാൻ സാധിക്കില്ല.